ഹായ് ഫ്രണ്ട്സ്, കമലതലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും കണ്ടുവരുന്ന ഒരു കാര്യമാണ്, കണ്ടുവരുന്ന മാത്രമല്ല കേട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ശീലം മാറി ഇനി ഒരു പുതിയ ശീലം, അതായത് ജനുവരി 1 പുതിയൊരു ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും തീരുമാനിക്കുന്നത് ഇനി ഈ ജനുവരി 1 മുതൽ ഇങ്ങനെ വേണം. അത് കൂടുതലും കണ്ടുവരാം, നമ്മുടെ കുട്ടികളിലും കണ്ടുവരാറുണ്ട്. പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ ഈ പഴയ ശീലങ്ങളൊക്കെ മാറി ഒരു പുതിയ ശീലത്തിലേക്ക് പോകണം. ഇനി ഇങ്ങനെ ആകണ്ട, കഴിഞ്ഞ വർഷത്തെ പോലെ ആകരുത്, ഇച്ചിരൂടെ മിടുക്കനാകണം അല്ലെങ്കിൽ മിടുക്കിയാണോ എന്ന് വിചാരിക്കും. നമ്മളെല്ലാവരും വിചാരിക്കുന്ന കാര്യങ്ങളാണ്. ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പഴയതിൽ നിന്നൊരു മാറ്റം വരുത്തണം എന്ന് നമ്മളെല്ലാവരും വിചാരിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും പ്രാവർത്തികമാകത്തില്ല. നമ്മളിത് ചെയ്തു വരും, ഒരു 3-4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച, മാക്സിമം പോലെ ഒരാഴ്ച നമ്മളിത് കണ്ടിന്യൂ ചെയ്യും, പിന്നെ ഇതാ കിടക്കുന്നു, ആരും പിന്നെ അത് ഫോളോ ചെയ്യത്തില്ല. ഇതിന് നമ്മൾ ആരംഭ ശുചിത്വം എന്നൊക്കെ പറയും അല്ലേ. സാധാരണ കൂടുതൽ ഇത് കണ്ടുവരുന്ന കുട്ടികളിലാണ്. നമുക്ക് ഇത് മാറ്റാം. കുട്ടികളെ നിങ്ങളിത് വളരെയധികം ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു റുട്ടീനിലേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം, നമ്മുടെ ശൈലി, ക്യാരക്ടറും സ്വഭാവം ഇതൊന്നുമല്ല, നമ്മുടെ റുട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് നമുക്ക് മാറ്റണം നമ്മൾ ആഗ്രഹിക്കുമ്പം നമ്മൾ അതിനു വേണ്ടി പ്രീ ഡിറ്റർമിൻഡ് നേരത്തെ തയ്യാറാകുമല്ലോ. ഇങ്ങനെ വേണം, അങ്ങനെ വേണം, അതൊക്കെ നമ്മൾ തയ്യാറാവില്ല. ഇങ്ങനെ വേണം, രാവിലെ മുതൽ ഇപ്പോൾ ഇച്ചിരി നേരത്തെ എഴുന്നേക്കാം, അതുപോലെ രാത്രി ഇച്ചിരി താമസിച്ച് കിടക്കാം, പഠിച്ചിട്ട് കിടക്കാം, ഒരു ദിവസം ഇത്ര അവേഴ്സ് പഠിക്കണം എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തുവല്ലോ. അപ്പം നമ്മൾ ആ ഡിസൈഡ് ചെയ്ത നമ്മളുടെ ആ റുട്ടീൻ നമ്മൾ തീർത്തും ഒരു 21 ഡേയ്സ് ഫോളോ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ സ്വന്തമാകും. ഈ ഒരു റുട്ടീൻ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമാകും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് 21 ഡേയ്സ് ഇത് ഫോളോ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. 21 ഡേയ്സ് ഇത് ഫോളോ ചെയ്യണം, ഇടവച്ച് നമ്മൾ നിർത്തിപ്പോരുത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കും, പക്ഷേ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പം 21 ഡേയ്സ് നിങ്ങൾ എന്തൊരു ഹാബിറ്റാണോ അല്ലെങ്കിൽ എന്തൊരു ശീലമാണോ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, 21 ഡേയ്സ് നിങ്ങൾ ആ ഒരു റുട്ടീനിൽ നിങ്ങൾ പോകാമെങ്കിൽ, എത്ര ബുദ്ധിമുട്ടായാലും 21 ഡേയ്സ് നിങ്ങൾ പോകാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്, ഒരു ഹാബിറ്റ്, പുതിയ ശീലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുകയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം നടക്കുകയും ചെയ്യും. കുട്ടികളെ, നിങ്ങളാണ് ഇത് ഫോളോ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ റുട്ടീൻ പ്രകാരം നിങ്ങളുടെ ആക്ഷൻസ്, നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ പ്രവൃത്തികൾ മാറുന്നു. നിങ്ങളുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എത്രമാത്രം ചേഞ്ചസ് വന്നു, ആ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല ആക്ഷൻസ് ഉണ്ടാകുന്നു. ആക്ഷൻസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഗോൾ, നിങ്ങൾ ഉദ്ദേശിച്ച ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പം എല്ലാവരും മറക്കാതെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും. എന്തൊരു ശീലവും നമുക്ക് 21 ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ശീലമായിട്ട് മാറും. 21 ഡേയ്സ് നമ്മളത് ഫോളോ ചെയ്യണം. നിങ്ങൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. അനുഭവം കൊണ്ട് തന്നെ പറയുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കൂ. 21 ഡേയ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യാമെങ്കിൽ അത് നിങ്ങളുടെ ശീലമായിട്ട് മാറും. പുതിയൊരു ഹാബിറ്റായിട്ട് നിങ്ങൾക്ക് അത് മാറുകയും അതിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഓക്കെ അല്ലേ? ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.